നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വിഷുഫലത്തിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ 2026 വിഷു വർഷഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് ചോതി നക്ഷത്രക്കാരെ പറ്റിയാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അവർക്ക് നല്ലത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രധാന മാറ്റങ്ങൾ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിവാഹ കാര്യങ്ങൾ, ബിസിനസ്, വാഹനം, വീട് തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. അതീവ ശുഭകരമായ കുറേ മാറ്റങ്ങൾ ഈ ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷു വർഷമാണിത്. രാഹു അധിപനായ ഈ നക്ഷത്രക്കാർക്ക് 2026 ജൂണിലെ വ്യാഴമാറ്റം അവരുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വലിയ ഉയർച്ചകൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിതെളിക്കും. യാതൊരുവിധ സംശയങ്ങളുമില്ല. വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ നിർണായകമാണ്. തുലാക്കൂറിലെ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, ഒരു വഴിത്തിരിവ് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. പ്രധാന മാറ്റങ്ങളായി എടുത്തു പറയാൻ കഴിയുന്നത് ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം കർമ്മപുഷ്ടി അനുഭവപ്പെടുന്ന കാലമാണ്. അവരുടെ കർമ്മ മേഖലയിൽ, അവരുടെ പ്രവർത്തന മേഖലയിൽ വളരെ വലിയ ഉന്നതിയാണ് അവരെ കാത്തിരിക്കുന്നത്. അത് ജൂൺ മാസത്തിന് ശേഷം നല്ല ഉച്ചമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുവരെ ഈ ജൂൺ മാസം വരെ ചിലപ്പോൾ പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിനെ മതിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അതൊന്നും നിങ്ങളെ പൂർണ്ണമായും വഴി തടയുന്നവയല്ല എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾ അവിടെ എത്തുമ്പോൾ ആ മാർഗതടസ്സം മാറും. അല്പം വൈകിയാലും കൃത്യമായും കാര്യങ്ങൾ നടക്കും. ജൂൺ കഴിഞ്ഞാൽ വ്യാഴമാറ്റത്തോടു കൂടി പിന്നെ എല്ലാം സൂപ്പർ ഫാസ്റ്റ് വേഗതയിലായിരിക്കും. തൊടുന്നത് പൊന്നാകുന്ന ഒരു വിഷു വർഷം എന്ന് തന്നെ പറയാം. നിങ്ങൾ ബുദ്ധിപരമായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ എടുക്കുന്ന ബുദ്ധിപരമായ ആ തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള സർവ്വരാലും നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ഇതുവരെ പലരുടെയും മുന്നിൽ തലകുനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന തരത്തിൽ അന്തസ്സും ആദരവും വർദ്ധിക്കുന്ന ഒരു വിഷുവർഷക്കാലം ചോതി നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷത്തിൽ തീർച്ചയായും സംഭവിച്ചിരിക്കും. തൊഴിലും സാമ്പത്തികവും ഉന്നതമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ വ്യാഴം 10ാം ഭാവത്തിൽ, അതായത് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നതിനാൽ തൊഴിൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ തീർച്ചയായും സംഭവിക്കും. നിങ്ങൾ ഒരു തൊഴിൽ അന്വേഷകനായിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കും. എന്തെങ്കിലും ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുമുള്ള യോഗമുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ബിസിനസ് വളരെ വലിയ രീതിയിൽ വിപുലീകരിക്കുവാനോ അത് നല്ല വിജയത്തിലേക്ക് എത്തിക്കുവാനോ ഒക്കെ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ പോകും. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുവാനും അതിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാക്കുവാനും അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തികപരമായി അപ്രതീക്ഷിതമായ ധനലാഭം ഈ വർഷം ചോതി നക്ഷത്രക്കാർക്ക് ഉറപ്പാണ്. അത് ഏത് മാർഗത്തിലൂടെയും ആകാം. നിങ്ങൾ വിൽക്കാനിട്ടിരുന്ന ഒരു വസ്തു വർഷങ്ങളായിട്ട് അത് വിൽക്കാൻ കഴിയായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു മോഹത്തിലേക്ക് അത് വിറ്റ് വലിയൊരു ധനം നിങ്ങൾക്ക് വരും. നിങ്ങൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിരുന്ന പണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇനി കിട്ടില്ലെന്ന് വിചാരിച്ച് ഈ ഇപ്പോൾ സഹകരണ ബാങ്കിലെ പ്രശ്നങ്ങൾ പോലെ നിങ്ങൾക്ക് ഇനി അതൊരിക്കലും കിട്ടില്ല എന്ന് വെച്ച് നിങ്ങളുടെ സമ്പാദ്യം അവിടെ പോയി എന്ന് കരുതി നിങ്ങൾ ഇരിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടും. അതുപോലെ ഇതുപോലുള്ള എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ കുത്തനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടിഞ്ഞ് സീറോയുടെ അടുത്ത് നിൽക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഈ സമയത്ത് അത് തിരികെ കയറും. നിങ്ങളുടെ ഓഹരിയിൽ നിങ്ങളിട്ടയക്കുന്ന ആ പണം നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ നിങ്ങളത് കളഞ്ഞിട്ടിരുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടും. ഞാനിതെല്ലാം പറഞ്ഞത് ഈ ബാങ്കുകളിൽ അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനി, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് വെറും ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന, പോയി എന്ന് വിചാരിക്കുന്നത് പോലും നിങ്ങളിൽ വലിയ നേട്ടത്തോടു കൂടി തിരിച്ചെത്തും എന്ന് മാത്രമാണ് ഇതിൻ്റെ സാരം. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തന മേഖലയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലാഭം കൈവരുവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർക്ക്, അതായത് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ അനാവശ്യമായി ധൂർത്തടിച്ച് കളയാൻ
തയ്യാറാകാത്തവർക്ക്, അതായത് സൂക്ഷിച്ച് ധനം കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ധനം വർദ്ധിപ്പിക്കുവാനും ഭാവിയിലേക്ക് നിക്ഷേപിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. IT മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അവിടെ വലിയ നേട്ടങ്ങൾ കൊയ്യുവാനുമൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുവർഷം. IT മേഖലയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മേഖലയിലോ ഒക്കെ നിങ്ങൾ അവസരങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല പ്ലേസ്മെൻറ്റുകൾ കിട്ടും. അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും, ചിലപ്പോൾ സ്റ്റേറ്റ് വിട്ടായിരിക്കും, മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നല്ല ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടും. അതുപോലെ ഈ രംഗങ്ങളിൽ പരീക്ഷ എഴുതി പാസ്സായി അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും തീർച്ചയായും. കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ മാറുകയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് സൗഭാഗ്യലക്ഷ്മി കനിഞ്ഞ് അനുഗ്രഹിച്ച് ധനം തരുന്ന ഒരു സമയമാണ്. ധനം നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ തന്നെ 90%, ചിലപ്പോൾ 95% പ്രശ്നങ്ങൾ അവിടെ തീരും, ശാന്തമാകും, എല്ലാവർക്കും സന്തോഷമാകും. നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം. അത് നടത്തി കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ പ്രശ്നമാവും. അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ നമ്മുടെ കയ്യിലേക്ക് പണം വന്നു തുടങ്ങുമ്പോൾ കാര്യങ്ങളെല്ലാം അനുകൂലമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന കാലഘട്ടമാണ്. പൊതുവേ നിങ്ങൾക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും വായു സംബന്ധമായ അസ്വസ്ഥതകളോ കാലുകൾക്കോ സന്ധികൾക്കോ ചെറിയ വേദനയോ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായി വ്യായാമം, വിശ്രമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നുള്ള അനുകൂല സമയങ്ങൾ പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയുള്ള അനുകൂല സമയം എന്ന് പറയുന്നത്, വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം, ഈ വിഷുവർഷം വിവാഹത്തിനുള്ള യോഗമുണ്ട്. അതിന് ഉത്തമമായ സമയം എന്ന് പറയുന്നത് ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടമാണ്. നിങ്ങൾ ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തമനായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായി കഴിയും. പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ 2 മാസങ്ങളിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ സംരംഭം നല്ല രീതിയിൽ നല്ല മെച്ചപ്പെട്ട് വിജയത്തിലേക്ക് തന്നെ തീർച്ചയായും പോകും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവുമുണ്ട്. അതിന് ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബർ മാസം എടുക്കുക. ആ സമയത്ത് നിങ്ങൾ വാങ്ങുന്ന വാഹനം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ വളരെ സാധ്യത കൂടുതലാണ്. ഭാഗ്യാനുഭവം ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം 95%. അതായത് ഏറ്റവും ഭാഗ്യമുള്ള ഈ വിഷുവർഷകാലത്ത് ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് ചോതി നക്ഷത്രം. അത് പ്രത്യേകം ഓർമ്മിക്കുക. അനുകൂലമായ നിറങ്ങൾ എന്ന് പറയുന്നത് വെളുപ്പ്, കറുപ്പ്, നീല എന്നീ നിറങ്ങളാണ്. ഈ 3 നിറങ്ങൾ ഉപയോഗിച്ച് വേണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ചെയ്യുവാനായി പോകുമ്പോൾ ഉപയോഗിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറം ഇതാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ, വാങ്ങുമ്പോൾ, വില കൊടുത്ത് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ, ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ കഴിയുന്നതും വെളുപ്പ്, കറുപ്പ്, നീല ഇതിലേതെങ്കിലും ഒരു നിറം നിങ്ങൾ ചേർന്ന വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഈ നിറത്തിലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, പ്രവർത്തന സ്ഥലം, നിങ്ങളുടെ ബിസിനസ് സ്ഥലം ഒക്കെ ഇങ്ങനെയുള്ള നിറങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും. ശുഭദിനങ്ങൾ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ്. ഈ 2 ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. തടസ്സങ്ങളില്ലാതെ നടക്കുവാൻ വളരെ സാധ്യത കൂടുതലാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതും ലളിത സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുവാനായി വളരെ സഹായകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി ഈ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് തെളിക്കുകയോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുക. രാഹുദോഷം മാറാൻ നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകുക. അത് ഏതെങ്കിലും സർപ്പക്കാവുകളൊക്കെ വീടിന് പരിസരത്തുണ്ടെങ്കിൽ അവിടെ പോയി അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വിദേശത്ത് നിന്ന് പുതിയ ബിസിനസ് അവസരങ്ങളോ പഠന സൗകര്യങ്ങളോ
ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും കഷ്ടതകളും നീക്കി പുതിയ പാതകൾ തീർച്ചയായും നിങ്ങൾക്ക് തുറന്നു തരും. ഇനി ഈ വർഷം, ഈ വിഷുവർഷം നിങ്ങൾ കൂട്ടു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കേണ്ട ചില നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞു തരാം. കാര്യം ജ്യോതിഷപരമായി നമുക്ക് ശരിയല്ലാത്ത, നമ്മളുമായിട്ട് യോജിക്കാത്ത ചില വിരുദ്ധ നക്ഷത്രങ്ങൾ, വേദനക്ഷത്രങ്ങളുമായിട്ട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയില്ല. അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടില്ല, ചിലപ്പോൾ നിർത്തിപ്പോകേണ്ടി വരും, നഷ്ടം വരും. അത് നമുക്ക് ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭരണിയാണ്. ഇവരുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് കടുത്ത സാമ്പത്തിക നഷ്ടത്തിനും ചതിക്കപ്പെടാനും നിയമപ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും ഇടയാക്കാൻ വളരെ വലിയ സാധ്യതകളാണ്. ഭരണി നക്ഷത്രത്തിനെ ഒഴിവാക്കുക. അതുപോലെ പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരുമായിട്ട് ഇടപാടുകൾ ചെയ്യാതിരിക്കുക. കാര്യം വ്യക്തിപരമായി അവർക്ക് ഉയർച്ച ഉണ്ടാകുമെങ്കിലും നിങ്ങളുമായി ചേരുമ്പോൾ ലാഭവിഹിതത്തെ ചൊല്ലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ വളർച്ചയെ ചൊല്ലിയോ ഒക്കെ തർക്കങ്ങളുണ്ടാകും. അത് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരുത്തുവാൻ സാധ്യതയുണ്ട്. അവിട്ടം, ചതയം നക്ഷത്രക്കാരെ മാറ്റി നിർത്തുക. ഈ കൂട്ടുകെട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ കടബാധ്യതകൾ വരുത്തി തീർക്കുവാനും ആ കടബാധ്യത നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ്. അതുപോലെ മീനക്കൂറുകാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി നക്ഷത്രങ്ങൾ ഇവരുമായിട്ടും ചെയ്യരുത്. ശനിയുടെ ദോഷം അവർക്കിപ്പോഴുള്ളൊരു സമയമാണ്. ഇവരുമായി ചേർന്ന് നിങ്ങൾ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് വളരെ റിസ്ക്കാണ്. അതും ചോദ്യ നക്ഷത്രക്കാർ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി അനുകൂലമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന നക്ഷത്രങ്ങളെ പറ്റി കൂടി പറയാം. ചിത്തിര, വിശാഖം ഈ നക്ഷത്രക്കാരുമായിട്ട് നിങ്ങൾക്ക് മികച്ച ലാഭവും നേട്ടവുമൊക്കെ ഉണ്ടാകും. നല്ല പിന്തുണ, അതായത് നല്ല ബോണ്ടിങ് ആയിരിക്കും ഇവരുമായിട്ട്. നിങ്ങൾക്ക് ഇവരുമായി ചേർന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചിത്തിര, വിശാഖം. ഇനി രോഹിണി, അത്തം ഈ നക്ഷത്രക്കാരുമായിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ചോദ്യ നക്ഷത്രക്കാർ ബിസിനസ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകും. കാര്യം സാമ്പത്തികമായൊരു അച്ചടക്കത്തിന്, അനാവശ്യമായി പണം കയ്യിൽ നിന്ന് ചോർന്നു പോകാതെ എല്ലാം ഉള്ളൊരു പ്ലാനിങ്ങോടുകൂടി കൃത്യമായി നല്ലൊരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ കൃത്യമായി ഒരു അടിസ്ഥാനത്തിൽ അച്ചടക്കത്തോടുകൂടി നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ രോഹിണി, അത്തം നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടുചേരൽ ചോദ്യ നക്ഷത്രക്കാരെ സഹായിക്കും. പിന്നെയുള്ളത് തിരുവാതിര നക്ഷത്രക്കാരാണ്. വിദേശ വ്യാപാരത്തിലോ IT രംഗത്തോ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിരുവാതിര നക്ഷത്രക്കാരെ കൂട്ടുപിടിച്ചോളൂ. നിങ്ങൾക്ക് വൻ വിജയം തന്നെ ലഭിക്കും. നിങ്ങളുടെ ആ കാര്യം, അവരെ ഏൽപ്പിക്കുന്ന ആ കാര്യം വളരെ മനോഹരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് തന്നെ ആ കൂട്ടുകെട്ട് കൊണ്ടുവന്നെത്തിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ചോദ്യ നക്ഷത്രക്കാർക്ക് ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ബിസിനസ്സിൽ വളരെ ഗുണകരമാണ്. അതിനാൽ വെള്ളിയാഴ്ചകളിൽ പ്രധാന കരാറുകളിൽ ഒപ്പിടുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും. ബിസിനസ് സ്ഥാപനത്തിൽ മഹാലക്ഷ്മിയുടെയോ വിഘ്നേശ്വരൻ്റെയോ ചിത്രം വെച്ച് നിത്യവും വിളക്ക് തെളിക്കുന്നത് തടസ്സങ്ങൾ മാറുവാനായി സഹായിക്കും. അതുപോലെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ഭാഗ്യം വർദ്ധിപ്പിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ കൂടാതെ തന്നെ കഴിയുന്നിടത്തോളം നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. സത്കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കൈവശം ഉള്ളതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യുക. അശരണരെ, അഗതികളെ, നിങ്ങളെക്കാൾ കരുത്ത് കുറഞ്ഞവരെ, അത് ഫിനാൻഷ്യലി ആയാലും ശരി തന്നെ, ഹെൽത്തിലി ആയാലും ശരി തന്നെ, നിങ്ങളെക്കാൾ താഴെ നിൽക്കുന്നവരോട് സഹാനുഭൂതിയോടുകൂടി കരുണയോടുകൂടി മാത്രം ഇടപെടുക. നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരെ ഒരു കാരണവശാലും ദ്രോഹിക്കരുത്. മറ്റുള്ളവരുടെ ഒന്നും തന്നെ അടിച്ചു മാറ്റാൻ, അതായത് അനാവശ്യമായ ദുർമാർഗങ്ങളിലൂടെ അനർഹമായതൊന്നും ഇക്കാലത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് 98% ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് വെറും 0% താഴെയായിട്ടായിരിക്കും ലഭിക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ കർമ്മം, അയാളുടെ കർമ്മം എന്താണോ നല്ലതാണെങ്കിൽ ആ നല്ല ഫലം കിട്ടും. നല്ല ഫലം കിട്ടുമ്പോഴും ചിലപ്പോൾ കഷ്ടതകളുണ്ടാവും, പക്ഷേ നല്ല ഫലം കിട്ടുക തന്നെ ചെയ്യും. പ്രതിസന്ധികൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ആ നല്ല ഫലത്തിന്, കാര്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആ നല്ല ഫലം നിങ്ങളുടെ കൈകളിൽ തന്നെ ജഗദീശ്വരൻ, ഈ പ്രപഞ്ചശക്തി എത്തിച്ചു തരും. പക്ഷേ നിങ്ങൾ ദോഷകർമ്മങ്ങൾ, ദ്രോഹകർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാപഫലവും നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഭാഗ്യദേവതയെ ഒരു കാരണവശാലും ആട്ടി ഓടിക്കാൻ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ പെരുമാറ്റം, സംസാരം ഇടയായി തീരാതിരിക്കുവാൻ
തീർച്ചയായും ശ്രദ്ധിക്കണം. പാവപ്പെട്ട മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ പക്ഷിമൃഗാദികൾക്കെല്ലാം നമ്മളെ കഴിയുന്ന എന്തെങ്കിലും കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു വയർ ആഹാരമോ കൊടുക്കുക. കാലദോഷം മാറ്റാൻ കാലഭൈരവനെ പൂജിക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണ്. അതുപോലെ കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ നായ, അതിനെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കൊണ്ടുവരും. തെരുവ് നായയായാലും വളർത്തു നായയായാലും അതിന് ആഹാരം കൊടുക്കുക, കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കുക, അതിനെ സ്നേഹിക്കുക, അതൊക്കെ നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. മിണ്ടാപ്രാണികളോട് അനുകമ്പയോടുകൂടി പെരുമാറുക. അതിനെയൊന്നും കൊലപ്പെടുത്തുവാനോ ദ്രോഹിക്കുവാനോ അടിക്കുവാനോ കല്ലെറിയാനോ ഒന്നും നിങ്ങൾ പോകരുത്. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം തട്ടിമാറ്റും. നല്ല ചിന്തയോടുകൂടി നല്ല മനസ്സോടുകൂടി സഹജീവികളെയൊക്കെ സ്നേഹിച്ച് ഈശ്വരനെ ധ്യാനിച്ച് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം നമ്മുടെ ഈ പ്രപഞ്ച ശക്തികൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. അതിന് ഈശ്വരൻ, അതായത് ജഗതീശ്വരൻ എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും അതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷുവർഷത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.